ഇളം മനസ്സുകളിലെ ദൈനംദിന വായനയ്ക്കായി ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രോത്സാഹനം. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. വിദ്യാർത്ഥികളെ വായനയ്ക്ക് പ്രേരിപ്പിക്കുകയും വായനയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മധുരം മലയാളം പദ്ധതി ഏർപ്പെടുത്തി. 1968-71 ബാച്ചിലെ 8 മുതൽ 10 വരെ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്കൂളിൽ പദ്ധതി ആരംഭിച്ചത്. ചങ്ങാതിക്കൂട്ടത്തിന്റെ സഹകരണത്തിൽ നടപ്പിലാക്കുന്ന പരിപാടി ചങ്ങാതിക്കൂട്ടം കൺവീനറും ദീർഘകാലം സ്കൂളിലെ അധ്യാപകനും മുൻ DOയുമായ VP ചന്ദ്രമോഹനൻ നായനാർ ഉദ്ഘാടനം ചെയ്തു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഇവിടെ ഒന്നിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, കുറേ ആൾക്കാർക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു സൗകര്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ മക്കൾ ആയ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ പദ്ധതി ഇങ്ങനെ ഒന്ന് ആവിഷ്കരിക്കണമെന്ന് ഇതിൻ്റെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഈ പദ്ധതിയിലൂടെ ഈ വർഷം അധ്യയന ദിവസങ്ങളിൽ, അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ, എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 8ാം തരത്തിലുള്ള എല്ലാ ഡിവിഷനുകളിലും അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറിയിലും ഒരുപോലെ ആവശ്യമായ കോപ്പി മാതൃഭൂമി ദിനപത്രം നിങ്ങളുടെ കൈകളിൽ എത്തും. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതി വിജയമാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് ഞങ്ങളല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളാണ്. എല്ലാ ഡിവിഷനുകളിലും എനിക്ക് തോന്നുന്നു ക്ലാസ് ലീഡർമാരുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ ദിവസവും പത്രം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പെരിങ്ങോ ഹാരിസ് പദ്ധതി വിശദീകരിച്ചു. അറിവിന്റെ വിജ്ഞാനത്തിന്റെ പുതിയ വാതയാനങ്ങൾ തുറക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്നുള്ളത് കുരുന്നുകളാണ്, വിദ്യാർത്ഥികളാണ്. നാളെയുടെ പ്രതീക്ഷ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. വിടരുന്ന മുത്തുകളാണവർ. അവരിലൂടെ വേണം ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതി രൂപീകരിക്കുവാൻ. അത്തരമൊരു ഘട്ടത്തിലാണ് മാതൃഭൂമി അതിവിശാലമായ ഒരു വിസ്തൃതമായ മധുരം മലയാളം എന്നുള്ള പദ്ധതി നടപ്പാക്കുന്നത്. 6 വർഷങ്ങളായി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ആന്തരിക ആശയം എന്നുള്ളത് വായനാ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലികത്തിലാണ് നാം ജീവിക്കുന്നത്. നഷ്ടമായ വായനാ സംസ്കാരത്തെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു മഹത്തായ ആശയത്തിന്റെ ആദർശത്തിന്റെ ഉദാത്തമായ ഉത്തമമായ ഒരു മാതൃകയാണ് ഈ മധുരം മലയാളം പദ്ധതിയുടെ. പത്രവായനയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ PV ഗംഗാദേവ് പ്രസംഗിച്ചു. PV ഗംഗ വാർത്താ വായന നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക P സുലേഖ, മാതൃഭൂമി സ്റ്റാഫ് അംഗങ്ങളായ K സുസ്മിത, പ്രസാദ് കക്കൂത്തിൽ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KV ഉഷ, K ദീപ എന്നിവർ പ്രസംഗിച്ചു. ചങ്ങാതിക്കൂട്ടം അംഗങ്ങളായ KP രേവതി, MB നിർമ്മല, PV ബാലകൃഷ്ണൻ, TK രാഘവൻ, KV രാധാകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. നിത്യേനയുള്ള സംഭവങ്ങൾ ഉടനടി അറിയാനും ചരിത്രം, ശാസ്ത്രം, രാഷ്ട്രീയം, കായികം എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനം വളർത്താനും ഇത് സഹായിക്കുന്നു. പുതിയ വാക്കുകളും ശൈലികളും പരിചയപ്പെടുന്നതിലൂടെ ഭാഷാശുദ്ധിയും വായനാശീലവും വർദ്ധിക്കും. പത്രങ്ങളിലെ എഡിറ്റോറിയലുകളും ലേഖനങ്ങളും കാര്യങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താനും ചിന്താശേഷി കൂട്ടാനും സഹായിക്കുന്നു. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ വിദ്യാർത്ഥികളായ നമുക്ക് പത്രവായനയുടെ പ്രാധാന്യം ഏറെ വലുതാണ്. മേഡ് ഇൻ ഇന്ത്യ C-295 സൈനിക വിമാനം കന്നി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾ ഷിഗല്ല സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശം. ഇറാനെതിരായ സൈനിക നീക്കം റദ്ദാക്കി ട്രംപ്. ചർച്ചകളിൽ വഴിത്തിരിവ്. സൗദിയിൽ റൊണോയെ പോലും പിന്നിലാക്കി ഗോളടി വീരൻ. 2026 ലോകകപ്പിൽ ആദ്യ ഗോൾ ക്യുനോനസിന്റെ ബൂട്ടിൽ നിന്ന്. ഞാൻ 1-2 വർഷം മുന്നേ ഇവിടെ +1 ക്ലാസ്സിൽ 2 കുട്ടികൾക്ക് ബാഗ് സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വിദ്യ എന്നുള്ള പേജിൽ ഉണ്ടായ ഒരു മത്സരത്തിന് അടിസ്ഥാനമാക്കി അവർക്ക് കിട്ടിയ സമ്മാനമായിരുന്നു ഈ മാതൃ സ്കൂളിൽ. അപ്പോൾ അതേപോലെ നമ്മൾ പല സ്കൂളുകളിലും ടാബും ബാഗും ഒക്കെ സമ്മാനമായി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാതൃഭൂമി വായിക്കുമ്പോൾ വിദ്യ എന്നുള്ള പേജും കൂടെ നോക്കുക. അതുപോലെ ഇപ്പോൾ നമുക്ക് മറ്റേ വേൾഡ് കപ്പ് നടക്കുന്നില്ല, വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് മധുരമുള്ള ഒരു അനുഭവമാക്കി മാറ്റുന്നതിനായിട്ട്
നമ്മുടെ മുന്നിൽ പദ്ധതിയുമായി മുന്നോട്ട് വന്ന മാതൃഭൂമിയുടെ പ്രവർത്തകർ, ഒപ്പം 55 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ അന്ന് ഇത്തരത്തിലുള്ള ഓഡിറ്റോറിയം ഒന്നുമില്ല, ഈ സ്കൂൾ മുറ്റത്ത് കളിച്ച് പഠിച്ച് ഉന്നത മേഖലകളിൽ പ്രവർത്തിച്ച് കടന്നു വന്ന അഭിവന്ദ്യരായ ചങ്കാതിക്കൂട്ടം പ്രവർത്തകർ, എല്ലാവരുടെ മുന്നിലും ഒരേ ഒരു ലക്ഷ്യമാണ്, നിങ്ങൾ ഓരോരുത്തരും പത്രം വായിച്ചിരിക്കണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാത്തരം കാര്യങ്ങളും നമ്മൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ നമ്മൾ അറിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ ലൈബ്രറിയൻ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി ഈ ഒരു മധുരം മലയാളം പദ്ധതി ഏർപ്പാടാക്കിയ മാതൃഭൂമി പ്രവർത്തകർക്കും, അതുപോലെ 1968-71 വരെ ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ എല്ലാ ബഹുമാന്യരായ ആളുകൾക്കും സ്കൂളിൻ്റെ പേരിലും ലൈബ്രറിയൻ എന്ന നിലയിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.